വൈറ്റ് ഹൌസിനു പുറത്ത് വെടിയുതിർത്ത പ്രതി താൻ യേശുക്രിസ്തു ആണെന്ന് പറഞ്ഞിരുന്നു. വാഷിംഗ്ടണ് കഴിഞ്ഞയാഴ്ച വൈറ്റ് ഹൌസിനു പുറത്ത് വെടിയുതിർത്ത തോക്കുധാരി നേരത്തെ താൻ യേശുക്രിസ്തുവാണെന്ന് അവകാശപ്പെട്ടിരുന്നു. പ്രസിഡൻഷ്യൽ സമുച്ചയത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചതിന് പിടിയിലായ വിവരം അറിയാമായിരുന്നുവെന്ന് കോടതി രേഖകൾ വ്യക്തമാക്കുന്നു. 17 മത്തെ സ്ട്രീറ്റിലും പെൻസിൽവാനിയ അവന്യൂവിലുമുള്ള വൈറ്റ് ഹൌസ് സുരക്ഷാ ചെക്ക് പോയിന്റിന് സമീപം ശനിയാഴ്ച വൈകുന്നേരം നടന്ന വെടിവയ്പ്പിനെ തുടർന്ന് 21-കാരനായ നസീർ ബെസ്റ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. ഇയാൾ 6 മണിയോടുകൂടി ഒരു ചെക്ക് പോയിന്റിനടുത്തെത്തി ഒരു ബാഗിൽ നിന്ന് ഒരു തോക്ക് പുറത്തെടുത്ത് വെടിയുതിർക്കുകയായിരുന്നു. അവിടെ സന്നിഹിതരായിരുന്ന ഫെഡറൽ ഏജന്റുമാർ തിരിച്ചും വെടിവെച്ചു. പ്രതി കൊല്ലപ്പെട്ടു. വെടിവയ്പിൽ ഒരു കാഴ്ചക്കാരനും പരിക്കേറ്റിരുന്നു. മറ്റാർക്കും പരിക്കേറ്റിട്ടില്ല. ഈ സമയം വൈറ്റ് ഹൌസിലായിരുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സുരക്ഷിതനായിരുന്നു. 2025 ജൂൺ 26 വൈറ്റ് ഹൌസ് ഗ്രൗണ്ടിന് സമീപം വാഹന പ്രവേശനം തടഞ്ഞതിന് നസീറിനെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇയാളെ വീണ്ടും അറസ്റ്റ് ചെയ്തു. അന്ന് താൻ യേശുക്രിസ്തുവാണെന്നും അറസ്റ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്നും ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായി കോടതി രേഖകൾ പറയുന്നു. നസീർ തന്നെ ദൈവപുത്രൻ എന്നു വിശേഷിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 17 മത്തെ സ്ട്രീറ്റിലും പെൻസിൽവാനിയ അവന്യൂവിലുമുള്ള വൈറ്റ് ഹൌസ് സുരക്ഷാ ചെക്ക് പോയിന്റിന് സമീപം ശനിയാഴ്ച വൈകുന്നേരം നടന്ന വെടിവയ്പ്പിനെ തുടർന്ന് 21-കാരനായ നസീർ ബെസ്റ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. ഇയാൾ 6 മണിയോടുകൂടി ഒരു ചെക്ക് പോയിന്റിനടുത്തെത്തി ഒരു ബാഗിൽ നിന്ന് ഒരു തോക്ക് പുറത്തെടുത്ത് വെടിയുതിർക്കുകയായിരുന്നു. അവിടെ സന്നിഹിതരായിരുന്ന ഫെഡറൽ ഏജന്റുമാർ തിരിച്ചും വെടിവെച്ചു. പ്രതി കൊല്ലപ്പെട്ടു. വെടിവയ്പിൽ ഒരു കാഴ്ചക്കാരനും പരിക്കേറ്റിരുന്നു. മറ്റാർക്കും പരിക്കേറ്റിട്ടില്ല. ഈ സമയം വൈറ്റ് ഹൌസിലായിരുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സുരക്ഷിതനായിരുന്നു. 2025 ജൂൺ 26 വൈറ്റ് ഹൌസ് ഗ്രൗണ്ടിന് സമീപം വാഹന പ്രവേശനം തടഞ്ഞതിന് നസീറിനെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇയാളെ വീണ്ടും അറസ്റ്റ് ചെയ്തു. അന്ന് താൻ യേശുക്രിസ്തുവാണെന്നും അറസ്റ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്നും ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായി കോടതി രേഖകൾ പറയുന്നു. നസീർ തന്നെ ദൈവപുത്രൻ എന്നു വിശേഷിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു.